അപ്പോൾ പുതിയ എപ്പിസോഡ് ഞങ്ങളിവിടെ നമ്മുടെ കൊടൈക്കനാലൊക്കെ പോലെ നിറച്ച് പൈൻ മരത്തോട്ടം, സാൻഡിൻ്റെയും സൈഡിലൊരു ബീച്ച്. ബീച്ചിൻ്റെ പേരാണ് ആംഗ്ലസിലുള്ള ലാൻഡ്യൂൻ ബീച്ച്. ഒരു രക്ഷയില്ലാത്ത വൈബാണ്, ഭയങ്കര രസമാണ് ഇവിടെ കാണാൻ. വരുമ്പോൾ നമ്മൾ ശരിക്കും കൊടൈക്കനാൽ പോലെ റോഡിൻ്റെ രണ്ട് സൈഡും ഫുള്ള് പൈൻ മരത്തോട്ടങ്ങളാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ബോർഡിനകത്ത് നമ്മൾ എത്ര ടൈം മുന്നേ ഇവിടെ നിന്ന് ലീവ് ചെയ്യണമെന്ന്. അത് വേറെ ഒന്നല്ല, ടൈഡ് ഇഷ്യൂ കാരണം കൊണ്ടാണ്. ലോ ടൈഡ്, ഹൈ ടൈഡ് ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ അന്നത്തെ ദിവസത്തെ വെതർ ചെക്ക് ചെയ്തിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടാവും ഫ്രണ്ടിൽ. അത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് ഇവിടുന്ന് പോകണം. ഇന്ന് രാത്രി 8 മണിക്ക് മുന്നേ ഇവിടുന്ന് ലീവ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നല്ല, ഇവിടെ നമുക്ക് കുറേ ഹൈക്കിങ് ഏരിയാസ് ഉണ്ട്. ഈ ബീച്ചിൽ വരുമ്പോൾ ആരും വിട്ടു പോകേണ്ടാത്തൊരു കാര്യമുണ്ട്. അതായത് ഈ ബീച്ചിൽ നമ്മൾ ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാവുന്ന ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അതിലേക്ക് പോകുന്ന റൂട്ട്, ആ ലൈറ്റ് ഹൗസിൽ പോകുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തും കൂടെ ഒരു ബീച്ചുണ്ട്. അത് ബ്ലൂ വാട്ടർ ബീച്ചാണ്. ഡിപ്പെൻസ് ഓൺ ദ ടൈഡായിരിക്കും ഇറങ്ങലൊക്കെ. പക്ഷേ ഈ ലൈറ്റ് ഹൗസ് നമ്മൾ മസ്റ്റ് വിസിറ്റാണ്. ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഒരു 30 മിനിറ്റ്സ് വാക്കാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 6 മണി വരെയാണ് നമുക്ക് അലൗഡ് ഉള്ളൂ. അപ്പോൾ വന്ന് ഫസ്റ്റ് ലൈറ്റ് ഹൗസ് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ബീച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. Để đỏ ra ലാൻഡ്യൂൻ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ മണൽത്തട്ട് അഥവാ ടൈഡൽ ഫ്ലാറ്റാണ്. ലോ ടൈഡ് ആകുമ്പോൾ സ്ട്രെച്ചസ് ഓഫ് സാൻഡ് എക്സ്പോസ് ആവും. ഇവിടെ നടക്കുമ്പോൾ ചെറിയ താഴ്ച അനുഭവിക്കാം. ഒരു സ്പോഞ്ചിൽ നടക്കുന്ന പോലെ. ഈ കാണുന്നതാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് ഫുട്വെയർ ധരിക്കാൻ ശ്രമിക്കണം. ലൈറ്റ് ഫുട്വെയർ അല്ലെങ്കിൽ ബെയർ ഫുട്ടാണ് എൻ്റെ സജഷൻ. ഹൈ ടൈഡ് ആകുമ്പോഴേക്കും ഈ സ്ഥലം സീ വന്ന് കവർ ചെയ്യും. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ശരിക്കും വെള്ളം കയറി വരുന്നതും ബീച്ച് കുറയുന്നതും എല്ലാം കാണാം. എന്താ കുരിശിന് ഇവിടെ കാര്യം? പറഞ്ഞുതരാം. പണ്ട് എന്ന് വെച്ചാൽ ഒരു 5th സെഞ്ച്വറിയിൽ ഒരു വെൽഷ് പ്രിൻസസ് ബൈ ദ നെയിം ഡോയിൻവൻ ഇവിടെ ഒരു പള്ളി നിർമ്മിച്ചു. ഷീ വാസ് എ നൺ. ഈ കാണുന്നത് അന്നുണ്ടാക്കിയ ചാപ്പലിൻ്റെ അവശിഷ്ടങ്ങളാണ്. ബട്ട് ബിഫോർ ഷി ബിക്കേം എ നൺ ഷീ ഹാഡ് എ ട്രാജിക് ഹാർട്ട് ബ്രേക്ക്. പക്ഷെ ട്വിസ്റ്റ് ഉണ്ട്. റിവെഞ്ചിൻ്റെ പുറകെ പോവാതെ ഷീ ചോസ് പീസ് ആൻഡ് സൊലേസ് ആൻഡ് പ്രേഡ് ഫോർ ഓൾ ദ പീപ്പിൾ ടു ഹാവ് ലവ് ഇൻ ദെയർ ലൈഫ്. വൗ, such a kind princess. അതുകൊണ്ട് തന്നെ later ഡോയിൻവൻ was canonized as a saint. January 25th ആണ് സെയിൻറ്റ് ഡോയിൻവൻസ് ഡേ. ആൻഡ് വെൽഷ് കൾച്ചറിൽ ഈ ദിവസം is similar to വാലന്റൈൻസ് ഡേ. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ് ഹൗസിലോട്ടാണ് കേട്ടോ. ഇത് കൺസ്ട്രക്ട് ചെയ്തത് 1828, which is approximately 200 years. അമ്പോ, ഫങ്ഷണൽ അല്ല, എന്നാലും ഈ ഏരിയയുടെ മാരിടൈം ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻറ്റ് സിമ്പിളാണിത്. ക്ലിയർ വാട്ടർ ആൻഡ് ബ്യൂട്ടിഫുൾ സാൻഡ് ബീച്ച്. ഒരു സമ്മർ ആഫ്റ്റർനൂണിന് പറ്റിയ സ്ഥലം. അപ്പോൾ ഒരുപാട് സംസാരമില്ല, ലെറ്റ്സ് എൻജോയ് ദ വ്യൂ ആൻഡ് ഓൾസോ ദ ഹൈക്ക്.
നിങ്ങൾ ഈ ബീച്ചിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ബീച്ച് കാണും. പക്ഷേ അത് മാത്രമല്ല, ഞങ്ങൾ ഹൈക്ക് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് കുറേ ഐസൊലേറ്റഡ് ചെറിയ ബീച്ചസ് ഒക്കെ കണ്ടത്. ഫോർ എവ്രി വൺ ഹു വാണ്ട്സ് ടു വിസിറ്റ് ദിസ് ബീച്ച്, ദർ ഇസ് മോർ ടു വാട്ട് വി സീ ഇൻ ദ ബിഗിനിങ്. ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. കുറച്ചങ്ങ് നടന്നാൽ സൂപ്പർ പ്ലേസസ് കാണാം കേട്ടോ. അതേപോലെ പല ഫോട്ടോഷൂട്ട്സിന് ഈ പ്ലേസ് പെർഫെക്റ്റ് ലൊക്കേഷനാണ്. ഇതിൻ്റെ സീനിക് ബ്യൂട്ടി വിച്ച് ഇൻക്ലൂഡ്സ് വാട്ടർ, ഫ്ലവേഴ്സ് ആൻഡ് ഹോർസസ്, പിന്നെ ചുറ്റും ഗ്രീനറി ഒരു നല്ല ബാക്ക്ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യും ഫോർ എനി കൈൻഡ് ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ഫങ്ഷൻസ്. എസ്പെഷ്യലി ഈ വെഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ ഇതൊരു പെർഫെക്റ്റ് ലൊക്കേഷനാട്ടോ. ഫോൺസ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ ക്യാനൻ വെച്ചായിരുന്നു ബോട്ടിൽ വർക്ക് ചെയ്യുന്ന ക്രൂവിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് പൈലറ്റ്സ് കോട്ടേജ്, ഷിപ്സിനെ ഗൈഡ് ചെയ്യുന്ന പൈലറ്റ്സിൻ്റെ താമസ സ്ഥലം. ചെറിയൊരു മ്യൂസിയം കൂടിയുണ്ട് വിച്ച് വാസ് ക്ലോസ്ഡ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഈ പൈലറ്റ്സ് കോട്ടേജിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മിലിറ്ററി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബങ്കേഴ്സ്, അതേപോലെ വാച്ച് പോസ്റ്റ്, പിന്നെ ഗൺ ആൻഡ് പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ദീസ് ഓൾ വർ യൂസ്ഡ് ഇൻ വേൾഡ് വാർ II.